ജനുവരി 22-ന് നടക്കുന്ന അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒഴികെ മറ്റൊരു മുഖ്യമന്ത്രിമാർക്കും ക്ഷണമില്ല. മാത്രമല്ല, കേന്ദ്രമന്ത്രിമാർക്കോ മറ്റു പ്രധാന രാഷ്ട്രീയ നേതാക്കൾക്കോ ചടങ്ങിൽ ക്ഷണം ലഭിച്ചിട്ടില്ല. ഇത് നേതാക്കൾക്കിടയിൽ വലിയ വിവാദമുണ്ടാകാൻ സാധ്യതയേറിയ വിഷയമാണ്. തലങ്ങിൽ നിന്നും വിലങ്ങിൽ നിന്നും നിരവധി ചോദ്യങ്ങളും ഉയർന്നേക്കാം. പ്രതിഷ്ഠാ ചടങ്ങിനായി കാത്തിരിക്കുന്ന കേന്ദ്രമന്ത്രിമാർക്ക് ക്ഷണമില്ല എന്ന് അറിയുമ്പോഴേ പുതിയ പ്രശ്നങ്ങൾക്കുള്ള തിരികൊളുത്തും. അതേസമയം ബി.ആർ. അംബേദ്കർ, ജഗ്ജീവൻ റാം, കർഷി റാം എന്നിവരുടെ കുടുംബാംഗങ്ങൾക്ക് ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. രാമജന്മഭൂമി പ്രതിഷേധങ്ങൾക്കിടെ മരിച്ച കർസേവകരുടെ കുടുംബാംഗങ്ങളെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ക്ഷേത്ര ഉദ്ഘാടനത്തിന് രാജ്യത്തിന് അകത്തുനിന്നും പുറത്തുനിന്നുമായി 7000 അതിഥികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച 3 ചീഫ് ജസ്റ്റിസുമാർ, കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ വിരമിച്ച മേധാവികൾ, മുൻ അംബാസഡർമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, IPS ഉദ്യോഗസ്ഥർ എന്നിവരും ക്ഷണിക്കപ്പെട്ടവരുടെ പട്ടികയിലുണ്ട്. ഇന്ത്യയിലെ പ്രമുഖ നടന്മാരെയും ചലച്ചിത്ര പ്രവർത്തകരെയും ക്ഷണിച്ചിട്ടുണ്ട്. നടൻ രജനീകാന്ത് ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. മലയാളത്തിൽ നിന്നും മോഹൻലാലിനും ക്ഷണം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം പങ്കെടുക്കുമോ എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, അധീർ രഞ്ജൻ ചൗധരി എന്നിവരെയും ചടങ്ങിലേക്ക് ക്ഷേത്ര അധികൃതർ ക്ഷണിച്ചിരുന്നു. എന്നാൽ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് പിൻവാങ്ങാനുള്ള ഈ തീരുമാനം. അതേസമയം ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്ന ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ ഉത്തരേന്ത്യൻ നേതാക്കൾ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിനിടെ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് രാജ്യത്തെ 4 മഠങ്ങളിലെയും ശങ്കരാചാര്യന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനു മുൻപാണ് പ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നതെന്നും ഇത് ശാസ്ത്രങ്ങൾക്ക് എതിരാണെന്നതിനാലാണ് പങ്കെടുക്കാത്തതെന്നുമാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ സന്തോഷം പങ്കിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നു. ഇന്ത്യക്കാരുടെ മുഴുവൻ പ്രതിനിധിയായി പ്രാണപ്രതിഷ്ഠ നടത്താൻ ദൈവം നിയോഗിച്ചിരിക്കുകയാണെന്നും 11 ദിവസത്തേക്ക് വിശേഷ വ്രതം അനുഷ്ഠിച്ച് ചടങ്ങിൽ പങ്കെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ക്ഷേത്ര ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് 1 ലക്ഷം പേർ അയോധ്യയിൽ എത്തുമെന്നാണ് കരുതുന്നത്. ഇതിനായി വിപുലമായ ഒരുക്കങ്ങളാണ് അയോധ്യയിൽ തയ്യാറായിരിക്കുന്നത്. ഇത്രയൊക്കെ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടും 1 ലക്ഷത്തിലേറെ പേർ ചടങ്ങിൽ എത്തുകയും ചെയ്യുമ്പോൾ BJPക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത നേതാക്കളെ കറിവേപ്പില പോലെ തള്ളിക്കളഞ്ഞത് BJPക്ക് തിരിച്ചടിയാവാൻ സാധ്യതയേറെയാണ്.